ധ്യാനം നടത്തിയ ഒരു ഗുഹയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമുക്ക് ഇതിന്റെ പുറത്ത് തന്നെ കാർ പാർക്ക് ചെയ്യാനും ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പാർക്കിങ്ങിന് 10 രൂപ 20 രൂപ അടുപ്പിച്ചൊക്കെയാണ് പാർക്കിന് മേടിക്കുന്നത്. അതുപോലെ തന്നെ താഴെ നിന്നും നമുക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ള 2 ഷോപ്പുകളുണ്ട്. ഇപ്പോൾ വെള്ളം മേടിക്കാനും സ്നാക്സ് മേടിക്കാനും. പക്ഷേ സ്നാക്സ് കാര്യങ്ങൾ നമുക്കത് മേളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇവിടെ എൻട്രി ഫീസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. രാവിലെ 9 മണിക്ക് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ വൈകുന്നേരം 4 മണിക്കാണ് ഇത് അടയ്ക്കുന്നത്. നമുക്ക് മെയിൻ ഗേറ്റിൽ നിന്നും അമ്പലം വരെ ഒരു 500-600 മീറ്ററാണ് നടക്കാനുള്ളത്. കൂടുതലും രാവിലെയോ ഉച്ചയ്ക്ക് ശേഷമോ ഉള്ള സമയങ്ങളിൽ മാക്സിമം വരാൻ നോക്കുക. കാരണം മേളിൽ നല്ല വെയിലാണ്. പിന്നെ ഈ പോകുന്ന ഇടങ്ങളിൽ മൊത്തം നല്ല തണലുള്ള മരങ്ങളുള്ളതുകൊണ്ട് വെയിൽ നമുക്ക് ഒരുപാട് ഉള്ളതായിട്ട് തോന്നത്തില്ല. ഇതിപ്പോൾ നമ്മൾ ചെന്ന സമയം എന്താണെന്ന് വെച്ചാൽ ഒരു കറക്റ്റ് 1 മണിയാവും ഉച്ചയ്ക്ക്. അപ്പോൾ നമുക്ക് നല്ല വെയിലായിരുന്നു. അതുപോലെ തന്നെ ഈ പോകുന്ന വഴികളിൽ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂ പോയിന്റ്സ് ഒരുപാടുണ്ട്. നല്ല രസമാണ് കാണാൻ. ഈ സന്ധ്യാസമയങ്ങളിലൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ ഒരുപാട് വ്യൂ പോയിന്റ്സ് സൈഡുകളുണ്ട്. പിന്നെ സൂക്ഷിക്കണം, നല്ല താഴ്ചയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങ് അടുത്തേക്ക് പോകണ്ട. കുറച്ച് ദൂരെ നിന്നൊക്കെ ആ കാഴ്ചകൾ കാണാം. നമ്മൾ ഫാമിലിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ട്രാവലൊക്കെ പോകുന്നത് കൊണ്ട് മോൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ അവളെ ഒറ്റയ്ക്ക് വിടുന്നുണ്ട്. പക്ഷെ എന്നാലും എന്തെങ്കിലും ഡേഞ്ചറസ് ആയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രിക്കോഷൻസ് എടുത്തിട്ടേ വിടത്തുള്ളൂ അവളെ. അതുകൊണ്ട് അവൾ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അവൾ ഒന്ന് കുഞ്ഞപ്പം മാക്സിമം കയറി ഇറങ്ങി എല്ലാ കാര്യങ്ങളും പഠിക്കട്ടെ എന്നൊരു ആഗ്രഹം എനിക്ക് ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഏകദേശം എത്താറാകുമ്പോഴേക്കും നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ ഹിസ്റ്ററി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് കാണാം. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തു, പക്ഷേ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സീതാറാം എന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള ഒരു പുരാതന ജൈന ക്ഷേത്രമാണ്. ഇത് ഒരു പാറയിൽ കൊത്തിയെടുത്തതും കൂടിയാണ് ഈ ഒരു ജൈന ക്ഷേത്രം. 9-ാം നൂറ്റാണ്ടിൽ ജൈന സന്യാസിമാർ ധ്യാനം നടത്തിയ ഒരു ഗുഹ ആയിരുന്നുവെങ്കിലും പിന്നീട് ആ ഗുഹയെ കൊത്തിപ്പണിഞ്ഞ് ഒരു ക്ഷേത്രമായി മാറുകയാണ് ചെയ്തത്. ഈ ഒരു പാറകൾക്കിടയിലൂടെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ക്ഷേത്രം കാണപ്പെടുന്നത്. അതായത് ഈ പാറ പണ്ടത്തെ ഗുഹ തുറന്ന് നിർമ്മിച്ച ക്ഷേത്രം. ഇപ്പോഴത്തെ ദേവീ ക്ഷേത്രമാണ്. ചടങ്ങുകളൊന്നുമില്ല. ഞാൻ അന്വേഷിച്ചു, ചടങ്ങുകളും കാര്യങ്ങളൊന്നും ഇപ്പം അവിടെ ചെയ്തു വരുന്നില്ല. അപ്പം ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ. നമുക്ക് പുറമേ ഉള്ള കാഴ്ചകളെല്ലാം കാണാം, പക്ഷെ അത് അതിമനോഹരമായ ഒരുപാട് കാഴ്ചകളാണ്.
അതുപോലെ തന്നെ കാറ്റിന്റെ കാര്യങ്ങൾ പറയേ വേണ്ട, അമ്മാതിരി കാറ്റവിടെ. പാറ തുരന്ന് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ തൂണുകളും മണ്ഡപവും 3 ശ്രീകോവിലുമാണ് ഉള്ളത്. ധ്യാനനിരതനായ തീർത്ഥങ്കരന്റെ രൂപങ്ങളും മഹാവീരന്റെ വിഗ്രഹങ്ങളും ചുവരിൽ കൊത്തിവെച്ചിട്ടുണ്ട്. മാർത്താണ്ഡത്തു നിന്നും ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആറ്റൂർ എന്നൊരു കൊച്ചു ഗ്രാമത്തിലെത്തും. അവിടെ നിന്നും ഒരു 3 കിലോമീറ്റർ പിന്നിട്ടാൽ മതി ചിതറാള എന്ന ഈ ഒരു സ്ഥലത്തെത്താനായിട്ട്. ക്രിസ്തുവിനും മുൻപ് BC 1-ാം നൂറ്റാണ്ടിലാണ് ഈ കുന്നിന്റെ നെറുകയിൽ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ ജൈനക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇന്നത് ജൈനക്ഷേത്രം മാത്രമല്ല, ഹിന്ദുക്കളുടെ ഭഗവതി ക്ഷേത്രം കൂടിയാണ്. ക്ഷേത്രമുറ്റത്തിനടുത്തായിട്ട് തന്നെ നമുക്കൊരു കുളവും കാണാം. അതൊരു ഹാർട്ടിന് ഷേപ്പിലായിട്ടാണ് ആ കുളം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എത്ര വേനലിലും ആ കുളത്തിലെ വെള്ളം വറ്റത്തില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ കാറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാറ്റ് ഒരു രക്ഷയില്ല. ഞാൻ അതിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാം. ആ ഒരു ഭയങ്കര സുഖം അവിടെ നിൽക്കാൻ. ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും ദൂരെയായിട്ട് നമുക്ക് താമരഭരണി നദിയും പച്ചപൊച്ചു നിൽക്കുന്ന താഴ്വാരവും വിദൂരതയിലുള്ള ജലാശയങ്ങളും ചെറുപട്ടണങ്ങളും ആരാധനാലയങ്ങളും ഗോപുരങ്ങളും കാണാം. കുരുത്തുറയാണ് ഇതിന് ഏകദേശം അടുത്തായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. 9 കിലോമീറ്ററാണ് ദൂരമുള്ളത്.